ഓക്കെ മക്കളെ, അപ്പോൾ നമ്മൾ ലാസ്റ്റ് എടുത്തതിൻ്റെ കണ്ടിന്യൂഷൻ. നമ്മൾ ലാസ്റ്റ് എന്താ പഠിച്ചേ? ഏരിയ ഓഫ് എ റെക്റ്റാങ്കിളും സ്ക്വയറും എന്താണെന്നും പഠിച്ചു. 2 പ്രോബ്ലം ചെയ്തു. അതിൻ്റെ കണ്ടിന്യൂഷൻ എന്താ പറഞ്ഞേ? ദ ഏരിയ ഓഫ് എ സ്ക്വയർ പാർക്ക്. അപ്പോൾ ഒരു സ്ക്വയർ ആണ് മനസ്സിൽ വരേണ്ടത്. അതിൻ്റെ എന്ത്? ഏരിയ. അപ്പോൾ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ എഴുതാം. ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര മക്കളെ? എ സ്ക്വയർ. അത് കഴിഞ്ഞ് അവരെന്താ പറഞ്ഞത്? ഈ സെയിം ആസ് ഓഫ് എ റെക്റ്റാങ്കുലർ പാർക്ക്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയറും ഏരിയ ഓഫ് റെക്റ്റാങ്കിളും ഈക്വൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ എത്രയാണെന്ന് എഴുതി വെക്കാം. എത്ര? ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇസ് ഈക്വൽ ടു എന്താണ്? എൽ ഇൻറ്റു ബി. അപ്പോൾ അവരെന്താ പറഞ്ഞത്? 2 ഈക്വൽ ആണെന്നല്ലേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? ഏരിയ ഓഫ് സ്ക്വയർ ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയറിന് പകരം ഞാൻ എ സ്ക്വയർ എന്ന് എഴുതിയ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് റെക്റ്റാങ്കിളിന് പകരം എൽ ഇൻറ്റു ബി എന്ന് എഴുതിയ വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. അവരെന്താ പറഞ്ഞേ? ഇഫ് ദ സൈഡ് ഓഫ് എ പാർക്ക് ഈസ് 60 മീറ്റർ. കിട്ടുന്ന വായിക്കുന്ന വെച്ച് നമുക്ക് എഴുതി പോകാം. ഒരിക്കലും തെറ്റില്ല കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞ? ഇഫ് ദ സൈഡ് ഓഫ് എ സ്ക്വയർ പാർക്ക് 60 മീറ്റർ ആണ്. അപ്പോൾ അവരെന്ത് തന്നു? സൈഡ് തന്നു. സൈഡ് ഓഫ് സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡിന് നമ്മൾ കൊടുത്ത പേരെന്തായിരുന്നു? എ. എ ഈസ് ഈക്വൽ ടു 60 മീറ്റർ എന്ന് തന്നു. ഇനി എന്താ പറഞ്ഞേ? ലെങ്ത് ഓഫ് എ റെക്ടാങ്കുലർ പാർക്ക്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ തന്നില്ലേ? ലെങ്ത് ഓഫ് റെക്ടാങ്കിൾ തന്നു. നമ്മൾ കൊടുത്ത ലെറ്റർ ഏതായിരുന്നു? എൽ. അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? എൽ ഈസ് ഈക്വൽ ടു 90 മീറ്റർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എയും അറിയാം എല്ലും അറിയാം, ഡി അറിയത്തില്ല. ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാങ്കുലർ പാർക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്കറിയാവുന്ന 2 വാല്യൂസും നമ്മുടെ ഈ ഇക്വേഷനിൽ ഈ ഇക്വേഷൻ ഇതിലേക്ക് കൊടുക്കുന്നു. അപ്പൊ എക്ക് പകരം എന്ത് കൊടുക്കുന്നു? 60. അപ്പൊ ഇങ്ങനെ ഇതിൽ കൂടെ 60 സ്ക്വയർ ഇസ് ഈക്വൽ ടു എല്ലിന് പകരം 90 ഇൻറ്റു ബി. 60 സ്ക്വയർ എന്ന് വെച്ചാൽ എത്ര? 60 ഇൻറ്റു 60 ഇസ് ഈക്വൽ ടു 90 ഇൻറ്റു ബി. ഇവിടെ ഞാനിത് ഇപ്പോഴേ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ലാസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യാം. 90 കൊണ്ട് ഈ സാറിനെ എന്ത് ചെയ്തേക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നു. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആകും. അപ്പൊ നമുക്ക് 60 ഇൻറ്റു 60 ബൈ 90 ഇസ് ഈക്വൽ ടു ബി എന്നതിൽ കൂടെ 0 0 ക്യാൻസൽ ആയിപ്പോ. 3 കൊണ്ട് 9 ക്യാൻസൽ ചെയ്താൽ എത്ര കിട്ടും? 3 3 3s are 9. 3 കൊണ്ട് 6നെ ക്യാൻസൽ ചെയ്താലോ? 2. സിമിലർലി 3 കൊണ്ട് 60 ക്യാൻസൽ ചെയ്യാം. ഇവിടെ 1 കിട്ടും, ഇവിടെ 3 കിട്ടും, 20 എന്ന് കിട്ടും. അതായത് ബി ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 40 സെന്റിമീറ്റർ. ഓക്കെ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ. അപ്പൊ ആരാ മനസ്സിലായിരുന്നേ? റെക്റ്റാങ്കിൾ. റെക്റ്റാങ്കിളിന്റെ എന്തിനെ കുറിച്ചാ ചോദിച്ചേ? പെരിമീറ്റർ. അപ്പൊ നമുക്ക് എഴുതി വെക്കാം. അപ്പം മനസ്സിൽ വന്ന ഫിഗർ റെക്റ്റാങ്കിൾ ആണ്. റെക്റ്റാങ്കിൾ. അവരെന്താ പറഞ്ഞേ? പെരിമീറ്റർ ഓഫ് റെക്റ്റാങ്കിൾ. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? പെരിമീറ്റർ ഓഫ് rectangle is equal to 2 into L plus B.
ഇത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം? വേറൊരെണ്ണം കൂടെ ഉണ്ടല്ലോ, ആ കോമൺ എടുക്കാതെ എഴുതായിരുന്നു. ഏതാ? 2l + 2b. ഇതിലേതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കുക കേട്ടോ. ഞാൻ നിങ്ങളെ മാക്സിമം ഇത് വെച്ചിട്ട് പഠിപ്പിക്കാൻ നോക്കാം, വേറൊന്നും കൊണ്ടല്ല. ചിലർക്ക് ഇങ്ങനെ ചെയ്യുന്നത് അറിയില്ലായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ സ്കൈ ബ്ലൂ കളറിൽ എഴുതിയത് വെച്ചിട്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അതേപോലെ എത്രാൻ തന്നു? 130. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതി കൂടെ? 2l + 2b, അതാണ് പെരിമീറ്റർ, = 130 എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നോക്ക്. ഇറ്റ്സ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. ബ്രെഡ്ത്ത് തന്നു അല്ലേ? അപ്പൊ എഴുത് ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ. = എത്രയും തന്നു? 30 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് കിട്ടി. ബ്രെഡ്ത്ത് എന്ന് വെച്ചാൽ ഏതായിരുന്നു? ബി ആണല്ലേ? ബി. ബി അറിയാമെങ്കിൽ തൊട്ട് മുമ്പിലത്തെ ഇക്വേഷനിൽ ബി ഇട്ട് കൊടുത്തേ. അപ്പൊ 2l + 2 × ബിക്ക് പകരം എന്താ എടുക്കാം? 30 = 130. അതായത് 2l + 60 = 130. +60 എപ്പോഴുമ്പോ എന്താകും? -60 ആകും. അതായത് 2l = എന്ത്? 130 - 60. അതായത് 2l = എത്ര കിട്ടും? 130 ന്ന് 60 പോയാൽ എത്ര? 70. l = 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് 2 അപ്പുറം പോകുമ്പോൾ ഡിവൈഡഡ് ബൈ l = 70/2, 35 സെന്റിമീറ്റർ. എന്താ അവര് ചോദിച്ചത്? കഴിഞ്ഞു ഫൈൻഡ് ഇറ്റ്സ് ലെങ്ത്. ലെങ്ത് കണ്ടുപിടിച്ചല്ലോ. അപ്പൊ ലെങ്ത് ഓഫ് റെക്ടാംഗിൾ ഈസ് 35 സെന്റിമീറ്റർ. ഓൾസോ ഫൈൻഡ് ദ ഏരിയ ഓഫ് റെക്ടാംഗിൾ. അപ്പൊ എന്ത്? ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഏരിയ ഓഫ് റെക്ടാംഗിൾ. ഏരിയ ഓഫ് റെക്ടാംഗിൾ A = എന്താ ഏരിയയുടെ ഇക്വേഷൻ? l × b = l എത്ര മക്കളെ? 35. 35 × b എത്രയാണ്? 30. 35 × 30 എത്ര വരും? 105. പിന്നെ ഈ 0 കൂടെ ഉണ്ട്, അപ്പൊ 1050. അത്രയും ഉണ്ട്. ഏരിയ ആയതുകൊണ്ട് മീറ്റർ സ്ക്വയർ അഥവാ സെന്റിമീറ്റർ സ്ക്വയർ. ഇവിടുത്തെ യൂണിറ്റ് സെന്റിമീറ്റർ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അപ്പൊ എന്താണ്? പെരിമീറ്റർ തന്നു. 2l + 2b = എന്ന് പറഞ്ഞത് എഴുതി. അപ്പോഴാണ് ബ്രെഡ്ത്ത് തന്നത്. അപ്പൊ ബിയുടെ സ്ഥാനത്ത് ആ ബി വാല്യൂ കൂടെ എഴുതി, സിംപ്ലിഫൈ ചെയ്തു. അപ്പൊ ഇത് +60 അപ്പുറം പോയി -60 ആയി. 2 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ അപ്പുറം പോയി ഡിവിഷൻ ആയി. അങ്ങനെ ലെങ്ത് കിട്ടി. ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? ഏരിയ കിട്ടി. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേ? എ വയർ ഈസ് ഇൻ ദ ഷേപ്പ് ഓഫ് എ റെക്ടാംഗിൾ. അപ്പൊ ഒരു വയർ ഉണ്ട്. അപ്പൊ നമ്മുടെ കയ്യിൽ ഒരു വയർ ഇരിപ്പുണ്ട്. നമ്മൾ ആ വയറിനെ വളച്ച് എന്തുണ്ടാക്കി? വയറിനെ വളച്ചൊരു റെക്ടാംഗിൾ ഉണ്ടാക്കി. ഓക്കെ. അപ്പൊ എന്താ? വയറിന്റെ നീളം ആണ് ഈ പച്ച കളർ കാണുന്നത് അല്ലെ? വയർ ഉണ്ടായിരുന്നു, വയറിനെ വളച്ചാണ് എന്തുണ്ടാക്കിയത്? റെക്ടാംഗിൾ ഉണ്ടാക്കിയത്. അപ്പൊ എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ലെങ്ത് ഓഫ് വയർ. മക്കൾ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അത് ഒരു വയർ കിട്ടി, നിങ്ങൾ അതുകൊണ്ടൊരു എന്തുണ്ടാക്കി? റെക്ടാംഗിൾ ഉണ്ടാക്കി. റെക്ടാംഗിളിന്റെ ബോർഡർ ഉണ്ടാക്കി. അതാണ് ലോജിക്ക്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ലെങ്ത് ഓഫ് വയർ. വയറിന്റെ നീളം എന്ന് പറയുന്നത് എന്തായി മാറി? ഈ ചുറ്റുമുള്ള ബോർഡറിനെ നമ്മളൊരു പേര് വിളിച്ചായിരുന്നു. എന്തായിരുന്നു? പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് എന്ത്? റെക്ടാംഗിൾ. അവരെന്ത് പറഞ്ഞു? അപ്പൊ ഇതാണ് ലോജിക്ക് എന്ന് മനസ്സിലാക്കി വെച്ചോ. ബാക്കി നോക്ക്, ഓരോന്ന് നോക്ക്. ഇറ്റ്സ് ലെങ്ത് ഈസ് എന്തിന്റെ? റെക്ടാംഗിളിന്റെ
A wire is in the shape of a rectangle. Its length is 40 and breadth is 22. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഇത് കൂടെ length of wire എത്ര 40 സെന്റിമീറ്റർ. breadth of wire എത്ര അതും തന്നിട്ടുണ്ട്. breadth of wire എത്രയാണ് 22 സെന്റിമീറ്റർ. ലെങ്തും ബ്രെഡ്ത്തും അറിയാമെങ്കിൽ പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ റെക്ടാങ്കിളിന്റെ പെരിമീറ്ററിന് 2 ഇക്വേഷൻ ഉണ്ട്. ഏതൊക്കെയാ? 2 × L+B ഉണ്ട്, 2L+2B ഉണ്ട്. ഇഷ്ടമുള്ള ഇക്വേഷൻ ഉപയോഗിച്ചോ. ഞാൻ 2 × L+B എടുത്താൽ ഇതിന് 2 × L എത്ര മക്കളെ? 40 പ്ലസ് B എത്ര? 22. എത്ര കിട്ടും? 2 × 40 + 22 എത്ര? 62. 2 × 62 എത്ര? 122 സെന്റിമീറ്റർ. അങ്ങനെ പെരിമീറ്റർ കിട്ടിയില്ലേ? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിളിനെ നമ്മൾ എന്താ വിളിച്ചേ? ലെങ്ത് ഓഫ് വയർ ആണ്. ദാറ്റ് ഈസ് എന്ത്? ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് വയർ. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു എത്ര? 122 അല്ലായിരുന്നു, 124. 62 × 2 എത്ര? 124 അല്ലേ? 124 സെന്റിമീറ്റർ ആയിരുന്നു. അപ്പൊ ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു 124 സെന്റിമീറ്റർ. അങ്ങനെ ലെങ്ത് കണ്ടുപിടിച്ചു. പക്ഷെ അവർ ചോദിച്ചത് എന്താണ്? ഇഫ് ദ സെയിം വയർ ഈസ് റീബെൻഡ്. ആ വയർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്നുകൂടെ വളയ്ക്കുന്നു. ആ വയറിനെ നിവർത്ത് പിന്നെ കൈ വെച്ചിട്ട് നമ്മളങ്ങനെ നമ്മുടെ കൈ കിട്ടുന്ന വയറുകളൊക്കെ കൊണ്ട് പല പല ഷേപ്പ് ഉണ്ടാക്കാറില്ലേ? അതുപോലെ അതേ വയർ ഉപയോഗിച്ച് നമ്മൾ ഒരു സ്ക്വയർ ഉണ്ടാക്കി. നോക്ക്, ഇതൊരു സ്ക്വയർ ആണെന്ന് വിചാരിക്കട്ടോ. അതേ വയർ കൊണ്ട് നമ്മൾ എന്തുണ്ടാക്കി? ഒരു സ്ക്വയർ ഉണ്ടാക്കി. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോഴത്തെ സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് വയർ തന്നെ. കാര്യം എന്താ? അതേ വയറാ ഉപയോഗിച്ചത്. അപ്പൊ പുതിയ ലോജിക്ക് എന്താണ്? ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് എന്ത്? പുതിയ ഷേപ്പ് ആരാ? പെരിമീറ്റർ ഓഫ് സ്ക്വയർ. അപ്പൊ ലെങ്ത് ഓഫ് വയർ അറിയാവോ? അറിയാം. തൊട്ട് മുമ്പേ കണ്ടുപിടിച്ചു വെച്ചു. എത്ര? 124 ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് സ്ക്വയർ എത്ര? 4a ആണല്ലേ? 4 കൊണ്ട് ഇവിടെ ഇങ്ങനെ 124 ഇസ് ഈക്വൽ ടു 4a എഴുതുന്നതും 4a ഇസ് ഈക്വൽ ടു 124 എന്ന് എഴുതുന്നത് സെയിം ആണ്. അതൊക്കെ അറിയാലോ. LHS RHS കൊണ്ട് തിരിച്ചെഴുതാം. ഇനി നോക്കൂ, 4 കൊണ്ട് ഇവിടെ എന്ത് ചെയ്തേക്കുന്നു? മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നു. മൾട്ടിപ്ലൈ ചെയ്ത് 4 അപ്പുറേ പോകുമ്പോ എന്താവും? ഡിവിഷൻ ആകും. അപ്പൊ a ഇസ് ഈക്വൽ ടു 124 ബൈ എന്ത്? 4 എത്ര കിട്ടും? 31 സെന്റിമീറ്റർ. അവരുടെ ചോദ്യം എന്താ? ഷേപ്പ് സ്ക്വയറിൽ ഉണ്ടാക്കിയാൽ വാട്ട് വിൽ ബി ദ മെഷർ ഓഫ് ഈച്ച് സൈഡ്? ഓരോ സൈഡും എത്രയായിരിക്കും? 31 സെന്റിമീറ്റർ ആയിരിക്കും. അവർ പിന്നെ ഒരു കാര്യം കൂടി ചോദിച്ചു. ഓൾസോ ഫൈൻഡ് വിച്ച് ഷേപ്പ് എൻക്ലോസ് മോർ ഏരിയ. എന്ന് വെച്ചാൽ ഏത് ഷേപ്പാണ് കൂടുതൽ ഏരിയ ഉള്ളത്? അപ്പൊ നമുക്ക് ഏരിയ ഓഫ് സ്ക്വയർ ആദ്യം കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. ഇസ് ഈക്വൽ ടു എ എന്ന് വെച്ചാൽ എത്ര? 31 ആണ്. അപ്പൊ 31ന്റെ സ്ക്വയർ ആണ്. 31 സ്ക്വയർ എന്ന് വെച്ചാൽ എന്നാ? 31 × 31 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 × 1 1 6 961 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. മക്കൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. നമുക്ക് അടുത്ത ആരെ കൂടെ കണ്ടുപിടിക്കാം?
ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ ഇവിടെ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് റെക്റ്റാങ്കിൾ is equal to L into B is equal to L എത്ര 40 into B എത്ര 22 is equal to multiply ചെയ്യുമ്പോൾ എത്ര കിട്ടും 880 സെന്റിമീറ്റർ സ്ക്വയർ. ആരാ മക്കളെ വലുത്? 961 ആണോ 880 ആണോ? 961. അപ്പൊ നമുക്ക് പറയാം 961 ഗ്രേറ്റർ ദാൻ 880. ദാറ്റ് ഈസ് ഏരിയ ഓഫ് സ്ക്വയർ കണ്ടെയ്ൻ മോർ ഏരിയ. അല്ലെ ഏരിയ ഓഫ് സ്ക്വയർ കണ്ടെയ്ൻ മോർ വാല്യൂ അല്ലെ ഏരിയ ഓഫ് എന്നുള്ളത് കളയുവാണേ. സ്ക്വയർ കണ്ടെയ്ൻ മോർ ഏരിയ. എന്താ ചെയ്തത്? ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കിക്കേ. ആദ്യം പറഞ്ഞു ഒരു വയർ കൊണ്ട് ഒരു റെക്ടാങ്കിൾ ഉണ്ടാക്കി. അപ്പൊ നമ്മൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, നിങ്ങളുടെ കയ്യിൽ ഒരു വയറുണ്ട്, ആ വയറിനെ നിങ്ങൾ വളച്ച് എന്തുണ്ടാക്കി റെക്ടാങ്കിൾ ഉണ്ടാക്കി. അതായത് വയറിന്റെ നീളം എന്ന് പറയുന്നത് റെക്ടാങ്കിളിന്റെ പെരിമീറ്റർ ആണ്. എഴുതി ലെങ്ത് ഓഫ് വയർ ഇസ് ഈക്വൽ ടു പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. ലെങ്തും ബ്രെഡ്ത്തും തന്നിട്ടുണ്ട് എന്തിന്റെ? റെക്ടാങ്കിളിന്റെ. അപ്പൊ പെരിമീറ്റർ കണ്ടുപിടിക്കാം, അത് ഇന്ന് ലെങ്ത് ഓഫ് വയർ കിട്ടും. ഇനി അതേ സാധനം എടുത്ത് ഒരു എന്തുണ്ടാക്കി? അതേ സാധനം എടുത്ത് ഒരു സ്ക്വയർ ഉണ്ടാക്കി. അപ്പൊ നമുക്ക് ലെങ്ത് ഓഫ് വയർ പൊതുവെ എന്തായി? പെരിമീറ്റർ ഓഫ് സ്ക്വയർ ആയി. പെരിമീറ്റർ ഓഫ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4a ആണ്. റീഅറേഞ്ച് ചെയ്ത് സൈഡ് കണ്ടുപിടിച്ചു. രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിച്ചു. ആർക്കാണ് കൂടുതൽ? സ്ക്വയറിനാണ് കൂടുതൽ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. എന്താണ് പറഞ്ഞേക്കുന്നത്? പെരിമീറ്റർ ഓഫ് എ റെക്ടാങ്കുലർ ഷീറ്റ് ഈസ് 100. അപ്പൊ നമുക്ക് പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ ആദ്യം ഒന്ന് എഴുതി വെക്കാം. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ. പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ എത്രയാണ്? പെരിമീറ്റർ ഓഫ് റെക്ടാങ്കിൾ is equal to 2L plus 2B. ഇഷ്ടമുള്ളത് എഴുതിക്കോ. അപ്പൊ അവരെന്ത് പറഞ്ഞു? 2L plus 2B ആണ് പെരിമീറ്റർ എങ്കിലും അവര് പറഞ്ഞു പെരിമീറ്റർ 100 ആണ്. എന്നിട്ട് അവർ ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇഫ് ദ ലെങ്ത് ഈസ് 35 സെന്റിമീറ്റർ. അപ്പൊ നമുക്ക് എന്ത് തന്നു? ലെങ്ത് തന്നു. ലെങ്ത് എന്ന് വെച്ചാൽ ആരാ? L. L എത്രയാണ്? 35 ആണെങ്കിൽ ഫൈൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഏരിയ. ഫൈൻഡ് ബ്രെഡ്ത്ത് ആൻഡ് ഏരിയ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ലെങ്തിന്റെ വാല്യൂ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 into L എത്ര? 35 പ്ലസ് 2 into B അറിയാവോ? ഇല്ല. അപ്പൊ അത് ഇതുപോലെ ഇസ് ഈക്വൽ ടു എത്ര? 100. 2 into 35 എത്ര? 70 പ്ലസ് 2B is equal to 100. റീഅറേഞ്ച് ചെയ്താൽ എന്ത് കിട്ടും? 2B is equal to 70. അപ്പുറം വരുമ്പോൾ എന്താവും? പ്ലസ് 70 ആയിരുന്നു. അപ്പുറം വരുമ്പോൾ മൈനസ് 70. 100 minus 70. 2B is equal to 100 minus 70 എത്ര കിട്ടും? 30. 2 കൊണ്ട് ഇവിടെ എന്ത് ചെയ്തേക്കുക? മൾട്ടിപ്ലൈ ചെയ്തേക്കുക. മൾട്ടിപ്ലൈ ചെയ്ത് 2 അപ്പുറം പോകുമ്പോൾ എന്താവും? ഡിവിഷൻ ആകും. അപ്പൊ B is equal to 30/2. 30/2 എത്ര? 15 സെന്റിമീറ്റർ. അങ്ങനെ ആരെ കിട്ടി? ബ്രെഡ്ത്ത് കിട്ടി. അവരുടെ ആവശ്യം എന്താണ്? ബ്രെഡ്ത്തും കണ്ടുപിടിക്കണം, ഏരിയയും കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയയുടെ ഇക്വേഷൻ എന്താ? L into B. ആണ് L into B. L into B. L എത്ര ആയിരുന്നു? 35 into B എത്രയാണ്? 15. മൾട്ടിപ്ലൈ ചെയ്. 35 into 15. 5 5s are 25. 2 5 3 12. 15. 15 plus 2 17. 1 5 5 1 3 3. 5 2 5 525. അത്ര എന്ത്? സെന്റിമീറ്ററിലായതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണോ?
അപ്പൊ എന്താണ് വന്നത്? പെരിമീറ്റർ തന്നു, ലെങ്ത് തന്നു, ഇട്ട് കൊടുത്തു, 2b കിട്ടി. 2b ബി കണ്ടുപിടിച്ചു. എല്ലും ബി അറിയാതുകൊണ്ട് ഏരിയ കണ്ടുപിടിച്ചു. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ബ്രെഡ്ത്ത് ഓഫ് എ റെക്ടാങ്കുലർ പ്ലോട്ട്. അപ്പൊ എന്താ മനസ്സിൽ വരുന്ന ഫിഗർ ഏതാ? റെക്ടാങ്കിൾ. അതിന്റെ ബ്രെഡ്ത്ത് എത്രയാണെന്നാണ് ചോദിച്ചത് അല്ലേ? ബ്രെഡ്ത്ത് അറിയത്തില്ല. ദ ഏരിയ തന്നു അല്ലേ? ഇത് ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചപ്പോ അറിയത്തില്ല. ഏരിയ തന്നു. ഏരിയ ഈസ് ഈക്വൽ ടു എത്ര? 440 മീറ്റർ സ്ക്വയർ ആണ് തന്നു. ഏരിയ ഇക്വേഷൻ എന്താ മക്കളെ? എ സ്ക്വയർ അല്ലേ? അപ്പൊ എനിക്ക് ഇങ്ങനെ എഴുതി കൂടെ? എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 440 എന്ന് എഴുതി കൂടെ? ഓക്കെ, സോറി, റെക്ടാങ്കിൾ അല്ലേ, ഞാൻ സ്ക്വയറിൻ്റെതാ എഴുതി. റെക്ടാങ്കിളിന്റെ ഏരിയ എന്താ? എൽ ഇൻറ്റു ബി. അപ്പൊ എൽ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 440 എന്ന് എഴുതി കൂടെ? ക്വസ്റ്റ്യൻ ഒന്ന് നോക്ക് ബാക്കി. ദ ലെങ്ത് ഈസ് 22. അപ്പൊ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ലെങ്ത് തന്നിട്ടുണ്ട്. ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു 22 സെന്റിമീറ്റർ ഉണ്ടാവും. ഈ എല്ലിന്റെ വില തൊട്ട് മുമ്പിലെത്തതി കൊടുത്തേ. അപ്പൊ എന്താകും? 22 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 440. ബി ഈസ് ഈക്വൽ ടു 440 ബൈ 22. ബി ഈസ് ഈക്വൽ ടു ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 20 സെന്റിമീറ്റർ. ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു. അവരെന്ത് പറഞ്ഞു? സെന്റിമീറ്റർ അല്ല ക്വസ്റ്റ്യൻ, എന്തിലായിരുന്നു? മീറ്ററിലായിരുന്നു. ഞാൻ നേരത്തെ ഇവിടെ എത്തിയപ്പോൾ സെന്റിമീറ്റർ മതി. 2 മീറ്റർ, ഇത് മീറ്റർ. ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ മാത്രമല്ല ചോദ്യം, പെരിമീറ്റർ കൂടെ കണ്ടുപിടിക്കണം. പെരിമീറ്ററിന്റെ ഇക്വേഷൻ എന്താ? 2 ഇൻറ്റു എൽ പ്ലസ് ബി അഥവാ 2l പ്ലസ് 2b is equal to 2 ഇൻറ്റു എൽ എത്ര? 22. 2 ഇൻറ്റു 22 പ്ലസ് 2 ഇൻറ്റു ബി എത്ര? 20. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര കിട്ടും? 44 പ്ലസ് 40 is equal to 84. എന്ത്? 84 മീറ്റർ. ഓക്കെ, ഏരിയ തന്നു, ലെങ്ത് തന്നു, അതിൽ നിന്ന് ബ്രെഡ്ത്ത് കണ്ടുപിടിച്ചു, എന്നിട്ട് പെരിമീറ്റർ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തു. ഇനി വേണമെങ്കിൽ ഇതേ മറ്റേ പരിപാടിയും ചെയ്യായിരുന്നു. 2 ഇൻറ്റു എൽ പ്ലസ് ബിയും ചെയ്യായിരുന്നു. അപ്പൊ എങ്ങനെ വന്നേനെ? 2 ഇൻറ്റു എൽ എത്ര? 22. 22 പ്ലസ് ബി എത്ര? 20. 2 ഇൻറ്റു 42 എന്ന് വരും. ഇസ് ഈക്വൽ ടു 84 മീറ്റർ എന്ന് കിട്ടും. സെയിം അല്ലേ? ഓക്കെ.